ഹലോ, വെൽക്കം ടു സാൻസ് കിച്ചണേറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കപ്പക്കറിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ കപ്പക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 3/4 കിലോ കപ്പ ചെറുതായി കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയും മറ്റ് ചേരുവകളെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 5 അല്ലി വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/2 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ തേങ്ങ ഒതുക്കി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കപ്പയും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, ചെറിയ ഉള്ളി, വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റുക. അതിനുശേഷം 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഗ്രേവി ഒരല്പം ലൂസാകാൻ വേണ്ടി 1/4 കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പ നമുക്ക് തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഞാനിവിടെ നല്ല ചൂട് അരിപ്പുട്ടിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ചൂട് പുട്ടും നല്ല കുറുകിയ കപ്പക്കറിയും കൂടി ഒന്ന് കഴിച്ചു നോക്കൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.